സുപ്രീം കോടതി നടപടികളിലെ സുപ്രധാന മാറ്റങ്ങൾ ഇന്നു മുതൽ നിലവിൽ വന്നു. കേസുകളുടെ ലിസ്റ്റിംഗിലും മെൻഷനിങ്ങിലുമാണ് മാറ്റങ്ങൾ വരുത്തിയത്. പുതിയ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് സ്ഥാനമേറ്റതിന് പിന്നാലെയാണ് മാറ്റങ്ങൾ. ദീർഘകാലമായി സുപ്രീം കോടതിയിൽ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടാണ് പുത്തൻ മാറ്റങ്ങൾ. അടിയന്തര സ്വഭാവമുള്ള കേസുകൾ വാക്കാൽ പരാമർശിച്ചാലുടൻ വാദം കേൾക്കുന്ന രീതിക്ക് പകരം ലിസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തി. മുൻകൂട്ടി ഹർജി നൽകിയാൽ പരിശോധിച്ച് പരിഗണിക്കേണ്ടതാണെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ ഓട്ടോമാറ്റിക്കായി കേസുകൾ ലിസ്റ്റ് ചെയ്യുന്ന തരത്തിലാണ് പുതിയ മാറ്റം. ഇത് പ്രകാരം അഭിഭാഷകർ വാക്കാൽ പരാമർശിക്കേണ്ടതില്ല. ഇനി മുതൽ ഒരു കോടതിയിലും മുതിർന്ന അഭിഭാഷകരെ ഹർജികൾ മെൻഷൻ ചെയ്യാൻ അനുവദിക്കില്ല. പകരം യുവ അഭിഭാഷകർക്ക് അവസരം നൽകണം എന്നതുമാണ് മറ്റൊരു മാറ്റം. അവധി അപേക്ഷ നൽകുന്നതിനും മാറ്റം വരുത്തി. കെട്ടിക്കിടക്കുന്ന കേസുകൾ ലിസ്റ്റ് ചെയ്താൽ അത് മാറ്റിവെക്കാൻ അഭിഭാഷകരെ അനുവദിക്കില്ല. അവധി അപേക്ഷ നൽകുമ്പോൾ എതിർഭാഗത്തിന്റെ അനുമതി തേടണം. ഇത് കൃത്യമായി കോടതിയെ ഇമെയിൽ മുഖേന അറിയിച്ചിരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അതേസമയം പൗരാവകാശം, വധശിക്ഷ, മുൻകൂർ ജാമ്യം, ഹേബിയസ് കോർപ്പസ്, കുടിയൊഴിപ്പിക്കൽ, പൊളിക്കൽ എന്നീ അടിയന്തര സ്വഭാവമുള്ള വിഷയങ്ങളിൽ രാവിലെ 10 മുതൽ 10:30 വരെ പരാമർശിച്ചാൽ കോടതി പരിഗണിക്കും. അച്യുതൻ, 24, ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.